Hi guys, welcome back to our channel Hello English. In this video we will be discussing the summary of the poem Tonight I Can Write the Saddest Lines written by Pablo Neruda. Pablo Neruda എഴുതിയിട്ടുള്ള Tonight I Can Write the Saddest Lines എന്ന പോയത്തിൻ്റെ മലയാള സമ്മറി അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബിഫോർ റീഡിങ് ദിസ് ചാപ്റ്റർ പ്ലീസ് have the copy or have the lines of this particular poem. Okay, about the author, Pablo Neruda ഒരു ചിലിയൻ പോയിറ്റാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവിയാണ് അദ്ദേഹം. 20th സെഞ്ച്വറി വേൾഡ് ലിറ്ററേച്ചറിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 1971 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കോട്ട്സൊക്കെ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലവ്, ദെൻ ലൈഫ് ആൻഡ് ഡെത്ത്, പൊളിറ്റിക്കൽ റെവല്യൂഷൻസ്, എഫക്ട്സ് ഓഫ് വാർ, കൾച്ചറൽ പാസ്റ്റ് ഓഫ് ലാറ്റിൻ അമേരിക്ക, അതുപോലുള്ള തീംസൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദ പോയിറ്റ് പാബ്ലോ നെരൂദ. ആൻഡ് ഈ ഒരു കവിതയിലേക്ക് വരുമ്പോൾ ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ് എന്ന ഈ ഒരു കവിത ഏറ്റവും ആദ്യം പബ്ലിഷ് ചെയ്യുന്ന സ്പാനിഷിലാണ്. പിന്നീട് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത WS മെർവിനാണ്. ഈ ഒരു ടൈറ്റിലിൻ്റെ പേര് 20 ലവ് പോംസ് ആൻഡ് എ സോങ് ഓഫ് ഡെസ്പയർ എന്നാണ്. ഈ ഒരു കളക്ഷനിലാണ് ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ് എന്ന ഈ ഒരു കവിത പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കവിതയിൽ പറയുന്നത് യൂത്ത്ഫുൾ മെലങ്കലി ഓഫ് ദ പോയിറ്റാണ്. ഒരു പോയിറ്റിൻ്റെ വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയെ പറ്റിയിട്ടാണ് ഈ ഒരു കവിതയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നഷ്ടപ്രണയത്തിനെ പറ്റിയിട്ടാണ് കവിതയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫീലിങ്സ് ഓഫ് ലവ് ആണ് ഇതിൽ വരുന്നത്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ പോം ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. ഈ കവിതയുടെ തന്നെ മലയാളം ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി catchy poem to read. Okay, so tonight I can write the saddest lines. Write, for example, the night is shuttered and the blue stars shiver in the distance. The night wind revolves in the sky and sings. Tonight I can write the saddest lines. I loved her and sometimes she loved me too. കവിതയുടെ ഏറ്റവും ആദ്യം തന്നെ പോയിട്ട് നമ്മളോട് പറയാണ്, എനിക്കിന്ന് വളരെ സങ്കടകരമായിട്ടുള്ള വരികൾ എഴുതുവാനായിട്ട് സാധിക്കും. ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. ടുനൈറ്റ് എന്ന് പറഞ്ഞ് ഇന്ന് രാത്രിയിൽ എനിക്ക് വളരെ സാഡസ്റ്റ് ആയിട്ടുള്ള, വളരെ വിഷമകരമായിട്ടുള്ള, വികാരഭരിതമായിട്ടുള്ള വരികൾ എഴുതുവാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വികാരഭരിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ദുഃഖഭരിതമായിട്ടുള്ള വരികൾ എഴുതുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞതിന് ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുകയാണ്. ദ നൈറ്റ് ഈസ് ഷാറ്റേർഡ് ആൻഡ് ദ ബ്ലൂ സ്റ്റാർസ് ഷിവർ ഇൻ ദ ഡിസ്റ്റൻസ്. രാത്രി ശിഥിലമായി അല്ലെങ്കിൽ രാത്രി ഇല്ലാതായിരിക്കുന്നു. ആൻഡ് ബ്ലൂ സ്റ്റാർസ്, നീല നക്ഷത്രങ്ങൾ ദൂരെ ആകാശത്ത് വിറകൊള്ളുകയാണ് എന്നാണ് പറഞ്ഞത്. ഷിവറിംഗ് എന്ന് പറഞ്ഞാൽ വിറകൊള്ളുക എന്നാണ്. അപ്പോൾ രാത്രി ഇല്ലാതെയായി, ഷാറ്റേർഡ് ആയിരിക്കുന്നു. അതുപോലെ ബ്ലൂ സ്റ്റാർസ്, നീല നക്ഷത്രങ്ങൾ ഷിവർ ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. ഷാറ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോക്കൺ ഇൻ ടു വെരി സ്മോൾ പീസസ്. അപ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോകുക അല്ലെങ്കിൽ തകർന്നു പോവുക എന്നാണ് ഷാറ്റേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയാണ് എന്താ, നൈറ്റ് ഷാറ്റേർഡ് ആണ്. അതായത് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു പോയിറ്റിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് ആണ്. എക്സ്ട്രീംലി അപ്സെറ്റ് ആണ് നമ്മുടെ പോയിറ്റ്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഷട്ടേർഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് നൈറ്റ് ഈസ് ഷട്ടേർഡ് എന്ന് പറയുമ്പോൾ പോയിറ്റിൻ്റെ മനസ്സിൽ വരുന്ന ആ ഒരു സെപ്പറേഷനാണ്, അല്ലെങ്കിൽ ലവറിൽ നിന്നുള്ള ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സാഡ്നെസ്സിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷട്ടേർഡ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, രാത്രി ശിഥിലമായി അല്ലെങ്കിൽ രാത്രി ഇല്ലാതെയായി, രാത്രി തകർന്നു പോയിരിക്കുന്നു. ഇനി അടുത്ത കാര്യം പറയാണ്, ബ്ലൂ സ്റ്റാർസ്, നീല നക്ഷത്രങ്ങൾ ദൂരെ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ഷിവർ ചെയ്യുകയാണ്. ഷിവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് ദൂരെ നിന്നുകൊണ്ട് ചില സമയത്ത് നക്ഷത്രങ്ങൾ കാണുമ്പോൾ അതിങ്ങനെ മിന്നിത്തിളങ്ങുന്നത് പോലെ തോന്നും അല്ലേ? അതായത് മഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ നോക്കുന്ന നക്ഷത്രം ഇങ്ങനെ ഷിവർ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ മഞ്ഞ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കണ്ണുനീര് ഉണ്ടെങ്കിലും നമ്മൾ നോക്കുന്ന നക്ഷത്രങ്ങൾ ഇങ്ങനെ ഷിവർ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. പോയിറ്റിൻ്റെ സാഡസ്റ്റ് ആയിട്ടുള്ള മൂഡ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പോയിറ്റ് പറയാണ്, ഈ രാത്രി എന്ന് പറഞ്ഞ് ശിഥിലമായി തകർന്നു പോയിരിക്കുകയാണ്. അതുപോലെ ദൂരെ ആകാശത്ത് നീല നക്ഷത്രങ്ങൾ വിറകൊള്ളുകയാണ്, ഷിവർ ചെയ്യുകയാണ്. ദെൻ ദ നൈറ്റ് വിൻഡ് റിവോൾവ്സ് ഇൻ ദ സ്കൈ ആൻഡ് സിങ്സ്. രാത്രിയിലെ ഒരു കാറ്റ് എന്ത് ചെയ്യുന്നു? ചുറ്റി കറങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇൻ ദ സ്കൈ, എവിടെ? ആകാശത്ത് രാത്രിയിലെ കാറ്റിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് സിങ്സ്, അത് പാട്ട് പാടുന്നുണ്ട് എന്ന് നമ്മളുടെ കവി പറയുകയാണ്. ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. ഐ ലവ്ഡ് ഹെർ ആൻഡ് സംടൈംസ് ഷീ ലവ്ഡ് മീ ടു. ഇനിയാണ് കവിതയിലേക്ക് അല്ലെങ്കിൽ കവിതയുടെ മെയിൻ കോൺഫ്ലിക്റ്റിലേക്ക് വരുന്നത്. ഇന്ന് എനിക്ക് വളരെ സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിഷമം തോന്നുന്ന വരികൾ എഴുതുവാനായിട്ട് സാധിക്കും. കാരണം ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. ഐ ലവ്ഡ് ഹർ ആൻഡ് സംടൈംസ് ഷീ ലവ്ഡ് മീ ടു. ചിലപ്പോഴൊക്കെ അവൾ എന്നെയും സ്നേഹിച്ചിരുന്നിരിക്കാം. അപ്പോൾ ഇവിടെയാണ് കവിതയിലേക്ക് വരുന്നത്. അപ്പോൾ പോയിട്ട് പറയാണ്,
ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. ആൻഡ് സംടൈംസ് ഷീ ലവ്ഡ് മീ ടു, ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു എന്ന് പോയിട്ട് വളരെ കൺഫേം ആയിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം പറയുന്ന കാര്യം നോക്കി, ആൻഡ് സംടൈംസ് ഷീ ലവ്ഡ് മീ ടു, ചിലപ്പോഴൊക്കെ അവൾ എന്നെയും സ്നേഹിച്ചിരുന്നു. മനസ്സിലായോ? സോ ദർ ഈസ് എ ഡിഫറൻസ്. അവരുടെ രണ്ടുപേരുടെ സ്നേഹത്തിന് ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട് നമുക്കിവിടെ കാണാം. ഇനി അടുത്തത്, ത്രൂ നൈറ്റ്സ് ലൈക്ക് ദിസ് വൺ ഐ ഹെൽഡ് ഹെർ ഇൻ മൈ ആംസ്, ഐ കിസ്ഡ് ഹെർ അഗെയിൻ ആൻഡ് അഗെയിൻ അണ്ടർ ദ എൻഡ്ലെസ് സ്കൈ. ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അവസാനമില്ലാത്ത ഈ ഒരു സ്കൈയുടെ താഴെ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ എഗെയിൻ അണ്ടർ ദ എൻഡ്ലെസ് സ്കൈ, ഇതുപോലെയുള്ള എൻഡ്ലെസ് ആയിട്ടുള്ള അവസാനമില്ലാത്ത ആകാശത്തിന് കീഴിലിരുന്നു കൊണ്ട് അവളെ കൈകളിലെടുത്തുകൊണ്ട് ഞാൻ പലതവണ അവളെ ചുംബിച്ചിട്ടുണ്ട്. ഐ കിസ്ഡ് ഹെർ അഗെയിൻ ആൻഡ് അഗെയിൻ, പലതവണ ഞാൻ അവളെ കിസ് ചെയ്തിട്ടുണ്ട്. എവിടെ ഇരുന്നുകൊണ്ട്? എൻഡ്ലെസ് സ്കൈ, തുറന്ന ആകാശത്തിന് കീഴിലിരുന്നു കൊണ്ട് അവളെ കൈകളിലെടുത്തുകൊണ്ട് ഞാൻ ഒരുപാട് അവളെ സ്നേഹിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള രാത്രികളിൽ. ഷീ ലവ്ഡ് മീ സംടൈംസ് ആൻഡ് ഐ ലവ്ഡ് ഹെർ ടു. ഇനി ആദ്യം പറഞ്ഞ അതേ ലൈൻ തന്നെ പിന്നെയും പറഞ്ഞിരിക്കുകയാണ്. ഷീ ലവ്ഡ് മീ സംടൈംസ്, അവൾ എന്നെ പല സമയത്തും സ്നേഹിച്ചിരുന്നു. ആൻഡ് ഐ ലവ്ഡ് ഹെർ ടു, ഞാൻ അവളെയും സ്നേഹിച്ചിരുന്നു. ഇപ്പോൾ ഈ പോയിറ്റിൻ്റെ സ്നേഹത്തിനെ പറ്റി പറയുമ്പോൾ അവിടെ സംടൈംസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, ചില സമയങ്ങളിൽ നിന്ന് പോയിറ്റ് ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഐ ലവ്ഡ് ഹെർ ടു എന്ന് വളരെ കൺഫേം ആയിട്ടാണ് പറയുന്നത്. ദെൻ ഹൗ കുഡ് വൺ നോട്ട് ഹാവ് ലവ്ഡ് ഹെർ ഗ്രേറ്റ് സ്റ്റിൽ ഐസ്. ഇനി പോയിട്ട് പറയുകയാണ്, എങ്ങനെയാണ് ഒരാൾക്ക് അവളുടെ ആ ഒരു ഗ്രേറ്റ് സ്റ്റിൽ ഐസ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കണ്ണുകൾ നോക്കിക്കൊണ്ട് പ്രണയിക്കാതിരിക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ അവളെ സ്നേഹിക്കാതിരിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് പോയിട്ട് ചോദിക്കുകയാണ്. പോയിറ്റിൻ്റെ കണ്ണുകളിൽ ആ ഒരു പോയിറ്റിൻ്റെ ബിലവ്ഡ് അല്ലെങ്കിൽ ലേഡി ലവ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ് അല്ലേ? അപ്പോൾ ആ ഒരു ലേഡി ലവിൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള സ്റ്റിൽ ഐസാണ്, ബ്യൂട്ടിഫുൾ ഐസാണ്. അപ്പോൾ ആ ഒരു കണ്ണുകൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ണുകൾ നോക്കിക്കൊണ്ട് ആർക്കാണ് പ്രണയിക്കാനായിട്ട് സാധിക്കാതിരിക്കുക എന്ന് പോയിട്ട് ചോദിക്കുകയാണ്. ദെൻ ടു നൈറ്റ് ഐ ഗോ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. പിന്നെയും കവി പറയാണ്, എനിക്കിന്ന് വളരെ വിഷമകരമായിട്ടുള്ള വരികൾ എഴുതുവാനായിട്ട് സാധിക്കും. ടു തിങ്ക് ദാറ്റ് ഐ ഡു നോട്ട് ഹാവ് ഹർ. ഇങ്ങനെ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എന്നോടൊപ്പം ഇന്ന് അവളില്ല. ടു ഫീൽ ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് ഹെർ, എനിക്ക് അവളെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്കിന്ന് ഈ രാത്രിയിൽ ഏറ്റവും വികാരഭരിതമായ സങ്കടകരമായിട്ടുള്ള വരികൾ എഴുതുവാനായിട്ട് സാധിക്കും. ദെൻ തൻ്റെ ലവർ അല്ലെങ്കിൽ ആ ഒരു ലേഡി ലവ് ഒപ്പമില്ലാത്ത ആ ഒരു അവസ്ഥയെപ്പറ്റി പോയിട്ട് റിയലൈസ് ചെയ്യുകയാണ്. ടു ഫീൽ ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് ഹെർ, ടു ഹിയർ ദ ഇമ്മൻസ് നൈറ്റ് still more immense without her, and the words falls to the soul like dew to the pasture. അപ്പോൾ ഈ രണ്ട് ലൈൻസിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയിട്ടാണ്. നൈറ്റിനെ ഇമ്മൻസ് നൈറ്റ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇമ്മൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മൻസ് എന്ന് പറയുമ്പോൾ ദൈർഘ്യമുള്ള അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു കാര്യത്തിനാണ് ഇമ്മൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ പോയിട്ട് പറയാണ്, ടു ഹിയർ ദ ഇമ്മൻസ് നൈറ്റ്. ഈ ഒരു നൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്മൻസ് ആണ്. ഇമ്മൻസ് എന്ന് പറയുമ്പോൾ ദൈർഘ്യമുള്ളതാണ് അല്ലെങ്കിൽ കടുപ്പമേറിയതാണ്. സ്റ്റിൽ മോർ ഇമ്മൻസ് വിതൗട്ട് ഹെർ, പക്ഷേ അവളില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അത് കുറച്ചുകൂടി ഇമ്മൻസ് ആയിട്ട് കവിക്ക് തോന്നുന്നു. ഇതിൽ സൂചിപ്പിക്കുന്ന ഇതാണ്, ഈ ഒരു ലവറിൻ്റെ പ്രസൻസ് ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ തൻ്റെ ലേഡി ലവ് ഇല്ലാത്ത, പ്രീതമി ഇല്ലാത്ത ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് വളരെ ഹെവിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നൈറ്റും ഹെവി ആയിട്ടാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത്. നൈറ്റ് ഇസ് ഹെവി വിത്ത് ദ തോട്ട്സ് ഓഫ് ദ ഡിയർ വൺ, ഇറ്റ് ബിക്കംസ് ഹെവിയർ വിത്ത് ദ തോട്ട് ഓഫ് സെപ്പറേഷൻ. ഏറ്റവും ആദ്യം ഡിയർ വണ്ണിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ടുള്ള തോട്ട്സ് കൊണ്ട് ഇദ്ദേഹത്തിന് നൈറ്റ് കുറച്ചുകൂടി ഇമ്മൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇനി അവൾ തൻ്റെ കൂടി ഇല്ല എന്ന് പറയുന്ന കാരണം കൊണ്ടോ ആ ഒരു ഇമ്മൻസ് ആയിട്ടുള്ള നൈറ്റ് ഒന്നുകൂടി ഇമ്മൻസ് ആവുന്നു. സ്റ്റിൽ മോർ ഇമ്മൻസ് വിതൗട്ട് ഹെർ, ആൻഡ് ദ വേർഡ്സ് ഫോൾസ് ടു ദ സോൾ ലൈക്ക് ഡ്യൂ ടു ദ പാസ്റ്റ്. അതുപോലെ തന്നെ മഞ്ഞു മൂടിയ ഒരു പുൽത്തകിടി പോലെ തൻ്റെ വരികൾ കവിയുടെ മനസ്സിനെ മൂടുകയാണ്. ആൻഡ് ദ വേർഡ്സ് എന്ന് പറഞ്ഞ ലൈൻസ് ആണ്. ആൻഡ് ദ വേർഡ്സ് ഫോൾസ് ടു ദ സോൾ ലൈക്ക് എ ഡ്യൂ ടു ദ പാസ്റ്റർ. അപ്പോൾ മഞ്ഞു തുള്ളികൾ പോലെ അല്ലെങ്കിൽ മഞ്ഞു തുള്ളികൾ കൊണ്ട് മൂടിയ പുൽത്തകിടി പോലെ തൻ്റെ വരികൾ അല്ലെങ്കിൽ ഈ ലൈൻസ് കവിയുടെ സോളിനെ, മനസ്സിനെ മൂടുകയാണ്, കവർ ചെയ്യുകയാണ്. ആൻഡ് What does it matter that my love could not keep her? The night is shattered and she is not with me. അപ്പോൾ പോയിറ്റിന് മനസ്സിലാക്കുകയാണ് എന്താണ്? ഷീ ഈസ് നോട്ട് വിത്ത് മീ, അവൾ തൻ്റെ ഒപ്പം ഇല്ല എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നു. ആൻഡ് അവൾ തൻ്റെ ഒപ്പം ഇല്ലാത്തതിനാലും അതുപോലെ ഈ രാത്രി ബ്യൂട്ടിഫുൾ അല്ലാത്തതും തൻ്റെ സ്നേഹത്തിന് അവളെ ഒപ്പം നിർത്താനാകാത്തതിൽ തെറ്റില്ല എന്ന് കവി ചിന്തിക്കുകയാണ്. വാട്ട് ഡസ് ഇറ്റ് മാറ്റർ ദാറ്റ് മൈ ലവ് കുഡ് നോട്ട് കീപ് ഹെർ. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് എന്ത്? മൈ ലവ് കുഡ് നോട്ട് കീപ് ഹെർ, എൻ്റെ സ്നേഹത്തിന് അവളെ അല്ലെങ്കിൽ അവളെ ഇവിടെ നിർത്താനായിട്ട് സാധിച്ചില്ല. അതായത് എൻ്റെ സ്നേഹം കൊണ്ട്
അവളിവിടെ പിടിച്ചു നിർത്താനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്ന് പറയാണ്. ദെൻ ദിസ് ഈസ് ഓൾ ഇൻ ദ ഡിസ്റ്റൻസ് സംവൺ ഈസ് സിംഗിങ് ഇൻ ദ ഡിസ്റ്റൻസ് മൈ സോൾ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് ഹാസ് ലോസ്റ്റ്. സോ ദിസ് ഈസ് ഓൾ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഒരു ഷോർട്ടസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ദാറ്റ് എക്സ്പ്രസസ് ഹിസ് അറ്റ്മോസ്റ്റ് അറ്റംപ്റ്റ് പുൾ എ ഫുൾ സ്റ്റോപ്പ് ടു ഹിസ് മെമ്മറീസ് ഓഫർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കവി അദ്ദേഹത്തിൻ്റെ ഫീലിങ്സിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതൊരു ശ്രമം മാത്രമായിട്ട് നമുക്ക് വരുന്ന വരികളിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഇൻ ദ ഡിസ്റ്റൻസ് സംവൺ ഈസ് സിംഗിങ്, ദൂരത്തിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ വിദൂരതയിലിരുന്ന് ആരോ പാട്ട് പാടുകയാണ്. ഇൻ ദ ഡിസ്റ്റൻസ് മൈ സോൾ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹെർ. അപ്പോൾ അവളെ നഷ്ടപ്പെട്ടതിൽ കവി വളരെ ദുഃഖിതനാണ്. മൈ സോൾ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, എൻ്റെ ആത്മാവ് ഒട്ടും തൃപ്തികരമല്ല. എന്തിന്? അവൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട്. ദെൻ മൈ സൈറ്റ് സെർച്ചസ് ഫോർ ഹെർ ആസ് ദോ ടു ഗോ ടു ഹെർ, മൈ ഹാർട്ട് ലുക്സ് ഫോർ ഹെർ ആൻഡ് ഷീ ഈസ് നോട്ട് വിത്ത് മീ. അപ്പോൾ ഈ ഒരു പോയിറ്റിൻ്റെ കാഴ്ച അവളെ തേടുകയാണ്. സെർച്ചസ് ഫോർ ഹെർ, എൻ്റെ കാഴ്ച അല്ലെങ്കിൽ എൻ്റെ കണ്ണുകൾ ഇപ്പോഴും അവളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് പോയിട്ട് നിൽക്കുന്നത്. ആൻഡ് മൈ ഹാർട്ട് ലുക്സ് ഫോർ ഹെർ, എൻ്റെ കണ്ണുകളും കാഴ്ചയും ഹൃദയവും എല്ലാം തേടുന്നത് അവളെ തന്നെയാണ്. ആൻഡ് അവൾ അരികിലില്ലെങ്കിലും എൻ്റെ മനസ്സ് അവളോടൊപ്പമാണെന്ന് പറയാണ്. മൈ ഹാർട്ട് ലുക്സ് ഫോർ ഹെർ ആൻഡ് ഷീ ഈസ് നോട്ട് വിത്ത് മീ, അവൾ എൻ്റെ ഒപ്പം ഇല്ല എന്ന് പോയിട്ട് മനസ്സിലാക്കുന്നു. ദ സെയിം നൈറ്റ് വൈറ്റനിങ് ദ സെയിം ട്രീസ് വി ഓഫ് ദാറ്റ് ടൈം ആർ നോ ലോങ്ങർ ദ സെയിം. ആൻഡ് സെയിം നൈറ്റ്, ഇതേ രാത്രി. ദെൻ വൈറ്റനിങ് ദ സെയിം ട്രീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദ സെയിം നൈറ്റ് വൈറ്റനിങ് ദ സെയിം ട്രീസ്. അപ്പോൾ വൈറ്റനിങ് ദ ട്രീസ് എന്ന് പറയുമ്പോൾ മൂണിനെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. എങ്ങനെയാണ്? മൂൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഓഫ് റൊമാൻസ്, ലവ് ഒക്കെ ആണല്ലോ. അപ്പോൾ മൂൺ വന്നു കഴിയുമ്പോൾ മൂൺ ലൈറ്റ് എന്താണ്, മരങ്ങളിലേക്കും അല്ലെങ്കിൽ ഭൂമിയിലേക്കൊക്കെ വന്നതിന് ശേഷം വൈറ്റ് കളർ വരും അല്ലേ, അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് എന്തെങ്കിലും ഒരു വൈറ്റ് കളർ വരും. അപ്പോൾ അത് റൊമാൻസിൻ്റെ സിമ്പിളായിട്ടാണ് പോയത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ പറയുന്നത് അതങ്ങനെയല്ല, ഒരു ദുഃഖത്തിൻ്റെ രീതിയിലാണ്. ദ സെയിം നൈറ്റ് വൈറ്റനിങ് ദ സെയിം ട്രീസ്, അതേ രാത്രി തന്നെ ഈ എന്താണ് പഴയ അതേ രീതിയിൽ തന്നെയാണ് രാത്രി. വൈറ്റനിങ് ദ സെയിം ട്രീസ് വി ഓഫ് ദാറ്റ് ടൈം ആർ നോ ലോങ്ങർ ദ സെയിം. രാത്രികൾ പഴയതുപോലെ തന്നെയാണ് എങ്കിലും നമ്മൾ പഴയതുപോലെയല്ല. വി ആർ നോ ലോങ്ങർ ദ സെയിം, നമ്മളൊരിക്കലും പണ്ടത്തെ പോലെ അല്ലെങ്കിൽ അന്നത്തെ പോലെ തന്നെയല്ല, നമുക്ക് മാറ്റങ്ങൾ വന്നു എന്നാണ് കവി പറയുന്നത്. ഐ നോ ലോങ്ങർ ലവ്ഡ് ഹെർ ദാറ്റ് സെർട്ടൻ ബട്ട് ഐ ലവ്ഡ് ഹെർ. അപ്പോൾ പോയിട്ട് പറയാണ്, ഞാൻ ഒരിക്കലും അല്ലെങ്കിൽ ഐ നോ ലോങ്ങർ ലവ് ഹെർ ദാറ്റ് സെർട്ടൻ ബട്ട് ഹൗ ഐ ലവ്ഡ് ഹെർ. ഇനി ഒരിക്കലും ഞാൻ അവളെ സ്നേഹിക്കില്ല, പക്ഷേ എങ്കിലും എത്ര ഡീപ്പായിട്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചിരുന്നത്. ഐ നോ ലോങ്ങർ ലവ് ഹെർ ദാറ്റ് സെർട്ടൻ, ഞാൻ ഇനി ഒരിക്കലും അവളെ സ്നേഹിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എങ്ങനെയാണ് ഞാൻ അവളെ സ്നേഹിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്ത് രീതിയിലാണ്, എത്ര ഡീപ്പായിട്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചിരുന്നത്. മൈ വോയിസ് ട്രൈഡ് ടു ഫൈൻഡ് ദ വിൻഡ് ടു ടച്ച് ഹെർ ഹിയറിംഗ്. അപ്പോൾ എൻ്റെ ശബ്ദം കാറ്റിനെ തേടുകയാണ്, അല്ലെങ്കിൽ കാറ്റിനെ അന്വേഷിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ കാറ്റിലൂടെ എൻ്റെ ശബ്ദം അവളിലേക്ക് എത്താനായി, അല്ലെങ്കിൽ അവളുടെ കേൾവിയിലേക്ക് എത്താനായി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈനാണത്. അതായത് പോയിട്ട് പറയുന്നത് എന്താ, പോയിട്ട് പറയുന്ന കാര്യം കാറ്റിലൂടെ അവളുടെ അടുത്തേക്ക് എത്തട്ടെ എന്നാണ് പോയിട്ട് ആഗ്രഹിക്കുന്നത്. ദെൻ another's she will be another's like my kisses before her voice, her bright body, her infinite eyes. another's മറ്റൊരാളുടേതാണ്. ഓക്കെ, അവൾ ഇപ്പോൾ മറ്റൊരാളുടേതാണ്. ഷീ വിൽ ബി അനദേഴ്സ്, അവൾ മറ്റൊരാളുടേതായിട്ട് മാറി തീർന്നിരിക്കുന്നു. ലൈക്ക് മൈ കിസ്സസ് ബിഫോർ, ഞാൻ അവളെ മുൻപ് കിസ് ചെയ്ത പോലെ. അവളുടെ വോയിസ്, അവളുടെ ബ്രൈറ്റ് ബോഡി, അവളുടെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഐസ്, ഇതെല്ലാം മറ്റൊരാളുടേതാണ്. ഇന്ന് മറ്റൊരാളുടേതായിട്ട് അവൾ മാറിക്കഴിഞ്ഞു. ഐ നോ ലോങ്ങർ ലവ് ഹെർ ദാറ്റ് സെർട്ടൻ ബട്ട് മേ ബി ഐ ലവ് ഹെർ. ഞാൻ ഇനി ഒരിക്കലും അവളെ സ്നേഹിക്കില്ല, പക്ഷേ എന്താണ്, എപ്പോഴെങ്കിലും ഞാൻ അവളെ സ്നേഹിച്ചേക്കാം. ബട്ട് മേ ബി ഐ ലവ് ഹെർ. ആദ്യം സർട്ടൺ ആയിട്ട് പറയുന്നു, പക്ഷേ അതിനുശേഷം പോയിട്ടിന് കൺഫ്യൂസ്ഡ് ആണ്. ഐ നോ ലോങ്ങർ ലവ് ഹെർ, ഞാൻ ഒരിക്കലും ഇനി അവളെ സ്നേഹിക്കില്ല, പക്ഷേ ഞാൻ ഇനി എപ്പോഴെങ്കിലുമൊക്കെ അവളെ സ്നേഹിച്ചേക്കാം. ലവ് ഈസ് സോ ഷോർട്ട്, ഫോർഗെറ്റിംഗ് ഈസ് സോ ലോങ്. പ്രണയം വളരെ ഹ്രസ്വമാണ്, വളരെ ചുരുങ്ങിയതാണ്, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ വളരെ ചെറുതാണ്. പക്ഷേ മറക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എന്താ, വളരെ വലുതാണ്. അതല്ലെങ്കിൽ നമുക്കതിന് പലപ്പോഴും സാധിക്കാതെ വരുന്നൊരു സിറ്റുവേഷനാണ്. പ്രണയിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, പക്ഷേ മറക്കുക എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. Then because through nights like this one, I held her in my arms. My soul is not satisfied that it has lost her. ഇതുപോലെ പല രാത്രികളിലും കവി തൻ്റെ കൈകളിൽ അവളെ വാരിയെടുത്തിട്ടുണ്ട്. അതിനാലായിരിക്കണം ഒരു പക്ഷേ അവൾ അകന്നു പോയപ്പോൾ ഹൃദയം ഇത്ര മേൽ ആകുലപ്പെടുന്നത്.
അല്ലെങ്കിൽ മൈ സോൾ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറയുന്നത്. ദിസ് ബി ദ ലാസ്റ്റ് പെയിൻ ദാറ്റ് ഷീ മേക്സ് മീ സഫർ ആൻഡ് ദീസ് ദ ലാസ്റ്റ് വേർഡ്സസ് ദാറ്റ് ഐ റൈറ്റ് ഫോർ ഹെർ. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ എഴുതുന്ന അവസാനത്തെ വരികളാവട്ടെ ഇത്. അതുപോലെ അവൾക്ക് വേണ്ടി ഞാൻ ദുഃഖിക്കുന്ന അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന അവസാനത്തെ വേദനയാവട്ടെ ഇത് എന്ന് പോയിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കവിത അവസാനിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പോമാണിത്. പ്രണയം അത്രമേൽ ഹ്രസ്വമാം, വിസ്മൃതി അതിലും എത്രയോ ദീർഘം എന്ന വരികൾ വളരെ ഫേമസ് ആണ്. സോ ദിസ് ഈസ് ദ പോം. Tonight I can write the saddest lines. I think it's enough. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. എന്തുകൊണ്ടാണ് പോയിട്ട് പറയുന്നത് ഇന്ന് എനിക്ക് വളരെ സാഡസ്റ്റ് ആയിട്ടുള്ള ലൈൻസ് എഴുതാൻ സാധിക്കുമെന്ന്? എന്തുകൊണ്ടാണ്? പോയിറ്റിൻ്റെ ലേഡി ലവ് അല്ലെങ്കിൽ ലവർ ഇപ്പോൾ അയാളുടെ കൂടെ ഇല്ല, അതുകൊണ്ടാണ് അല്ലേ. ഇനി വൈ ഡസ് ദ പോയിറ്റ് സേ ദാറ്റ് നൈറ്റ് ഈസ് ഇമ്മൻസ് ആൻഡ് സ്റ്റിൽ മോർ ഇമ്മൻസ്? നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടുള്ളത് അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നൈറ്റ് ലോങ് ആണ്, കാരണം അദ്ദേഹത്തിൻ്റെ സാഡ്നെസ്സും ഉണ്ട്. ഇനി ഇമ്മൻസ്, മോർ ഇമ്മൻസ് എന്ന് പറയാൻ കാരണം എന്താണ്? കൂടുതൽ ഇമ്മൻസ് ആണെന്ന് പറയാനുള്ള കാരണം ലവർ തൻ്റെ കൂടെ ഇല്ല അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷനെ ഫീൽ ചെയ്തുകൊണ്ടാണ് മോർ ഇമ്മൻസ് എന്ന് പറയുന്നത്. ഇനി ഹൗ ഡസ് ദ വേർഡ്സ് ട്രൈ ടു കൺസോൾ ദ പോയിറ്റ്? ഈ ഒരു കവിതയിലെ വരികൾ ഇദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? നമ്മൾ കണ്ടു, എന്താണ്, മഞ്ഞു മൂടിയ പുൽത്തകിടി എന്ന പോലെ ഈ വരികൾ അദ്ദേഹത്തിന് മൂടുകയാണ്. അതായത് അത് മഞ്ഞു മൂടിയ പുൽത്തകിടി എന്ന് പറയുന്നത് എന്താ? നമുക്ക് വളരെ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ട്രാൻക്വിലിറ്റി ഒക്കെ തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പോയിറ്റിനെ നമ്മളുടെ ഈ ലൈൻസ്, കവിതയിലെ വരികൾ ആശ്വസിപ്പിക്കുന്നത്. ഒരു പാസ്ചറിൽ മഞ്ഞുതുള്ളികൾ വന്നതിന് ശേഷം അത് അത് അബ്സോർബ് ചെയ്യുന്നു, ആ മഞ്ഞുതുള്ളികൾ അബ്സോർബ് ചെയ്യുന്നു. ഇതുപോലെ ഈ കവിതയിലെ വരികൾ എഴുതുമ്പോൾ ആ കവിതയിലെ വരികളിലേക്ക് അദ്ദേഹത്തിൻ്റെ വിഷമം മാറിപ്പോവും, അബ്സോർബ് ചെയ്യും. അങ്ങനെ അദ്ദേഹത്തിന് ആശ്വാസം വരുമെന്നാണ് കവി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ ദ ലൈൻ ദ സെയിം നൈറ്റ് വൈറ്റനിങ് ദ സെയിം ട്രീസ്? എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? സെയിം നൈറ്റ് വൈറ്റനിങ് ദ സെയിം ട്രീസ്. അപ്പോൾ വൈറ്റനിങ്, നൈറ്റിൽ വൈറ്റനിങ് ചെയ്യുന്ന ആരാണ്? മൂണാണ്. ഇപ്പോൾ മൂൺ, ചന്ദ്രൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മൂണിൻ്റെ പ്രകാശം വരുമ്പോൾ ട്രീസിലൊക്കെ വൈറ്റ് കളേഴ്സ് വരും. അത് സൂചിപ്പിക്കുന്നത് പലപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത് റൊമാൻസിൻ്റെ ഒരു സിമ്പിളായിട്ടാണ്. അപ്പോൾ പണ്ട് ഇതേ രാത്രിയായിരുന്നു അല്ലെങ്കിൽ സെയിം നൈറ്റ് ആയിരുന്നു എങ്ങനെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ലൈറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ് റേസ്, ഈ ഒരു മൂണിൻ്റെ വൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ വന്നതുകൊണ്ട്, വൈറ്റ് ലൈറ്റ് വന്നതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ നമ്മൾ ഡിഫറെൻ്റായി അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ എക്സ്പീരിയൻസ് ദാറ്റ് ദ പോയിറ്റ് കോട്ട്സ് ടു സ്പീക്ക് അബൌട്ട് ദ ഫാക്ട് ദാറ്റ് ഹസ് ലവ് വിൽ ബിലോങ് ടു അനദർ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പോയിറ്റിന് അദ്ദേഹത്തിൻ്റെ ലവിനെ ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ അവളിപ്പോൾ എൻ്റെ കൂടെയില്ല, മറ്റൊരാളുടേതായി മാറിക്കഴിഞ്ഞു, അനദേഴ്സ് ആയിക്കഴിഞ്ഞു. അതുപോലെ ആ കിസസും അവളുടെ വോയിസും ബ്രൈറ്റ് ബോഡിയും ഹെർ ഇൻഫിനിറ്റ് ഐസ് എല്ലാം മറ്റൊരാളുടേതായി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതൊരു ഫാക്റ്റായിട്ട് ഇദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നോക്കിയേ. വാട്ട് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ പോയിറ്റ് ടു ഫോർഗെറ്റ് ഹിസ് ലവ്? എന്താണ് പോയിറ്റിനെ അദ്ദേഹത്തിൻ്റെ ലവിനെ മറക്കാനായിട്ട് സാധിക്കാത്ത രീതിയിൽ ഡിഫിക്കൽട്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ പോയിറ്റ് ആ ഒരു പെൺകുട്ടിയെ വളരെ ഇമ്മൻസായിട്ട്, വളരെ ഹാർഡായിട്ട് അല്ലെങ്കിൽ വളരെ ട്രൂ ആയിട്ട് ലവ് ചെയ്തിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ മറക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. ഗ്രേറ്റ് ആയിട്ടുള്ള സ്റ്റിൽ ഐസൊക്കെ ഇപ്പോഴും തേടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലും കാറ്റിലൂടെ ഒഴുകി അവളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പോയിറ്റിനെ നമുക്ക് കവിതയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഞാൻ ഇനി ഒരിക്കലും അവളെ പ്രേമിക്കില്ല അല്ലെങ്കിൽ സ്നേഹിക്കില്ല എന്ന് പറയുന്ന അതേ കവി തന്നെ പറയാണ്, പക്ഷേ ചിലപ്പോഴെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ അവളെ സ്നേഹിച്ചേക്കാം എന്ന് തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ ഒരുപാട് രാത്രികളിൽ ഇവർ ഒന്നിച്ചായിരുന്നു അല്ലെങ്കിൽ ഇവർ സ്നേഹം പങ്കിട്ടിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പണ്ട് ലൈഫിലുണ്ടായിരുന്ന ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒന്നും ഇദ്ദേഹത്തിന്, ഈ ഒരു പോയിറ്റിന് ഇപ്പോഴും മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതൊക്കെ ആവാം അദ്ദേഹത്തിന് മറക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഇമേജസ് ആണ്, നേച്ചറുടെ ഇമേജസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തേത്. ഈ ഒരു കവിതയിൽ ഒരുപാട് നേച്ചറിനെ യൂസ് ചെയ്യുന്നുണ്ട്, നൈറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ഷട്ടേർഡാണ്. അതുപോലെ ബ്ലൂ സ്റ്റാർസിനെ പറ്റി പറയുന്നു, ഷിവർ ചെയ്യുന്ന ബ്ലൂ സ്റ്റാർസ്. നൈറ്റ് വിൻഡ് പാട്ടുകൾ പാടുന്നു. പിന്നെ സ്കൈ എൻഡ്ലെസ് ആണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലവും. ഇനി മൂൺ ലൈറ്റിനെ പറ്റി പറയുന്നു, പാസ്റ്റേഴ്സിനെ പറ്റി പറയുന്നു. അപ്പം ഇവിടെ ഈ പുൽത്തകിടിയിൽ മഞ്ഞ് വീഴുന്നത് പോലെ മഞ്ഞ് വീഴുന്നു, അതിനുശേഷം ഈ മഞ്ഞ് തുള്ളികൾ ഭൂമിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഈ കവിതയിലെ വരികളിലൂടെ അദ്ദേഹത്തിൻ്റെ പെയിൻ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വിഷമം എല്ലാം അതിലേക്ക് ഇല്ലാതായി തീരട്ടെ എന്നാണ് പോയിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. ദെൻ
ഹൗ ഇസ് സാഡ്നെസ് സിഗ്നിഫൈഡ് ഇൻ ദ പോം? സാഡ്നെസ് എങ്ങനെയാണ് സിഗ്നിഫൈ ചെയ്തിരിക്കുന്നത്? ഒരുപാട് കാര്യങ്ങളോട് പറയുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇന്ന് സാഡസ്റ്റ് ആയിട്ടുള്ള ലൈൻസ് എഴുതാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. അതുപോലെ ലോസ് ഓഫ് ലവിനെ പറ്റിയാണ് പറയുന്നത്. നേച്ചറിനെ ഒരു സാഡായിട്ട് പോർട്രേ ചെയ്തിരിക്കുകയാണ്. നൈറ്റ് ഷാറ്റേർഡ് ആണ്, ബ്ലൂ സ്റ്റാർസ് ഷിവർ ചെയ്യുന്നു, ആൻഡ് വിൻഡ്, കാറ്റ്, രാത്രിയിലെ കാറ്റുകൾ പാട്ട് പാടുന്നു. നൈറ്റ് എന്ന് പറയുന്നത് ഇമ്മൻസ് ആണ്, ആൻഡ് അത് മോർ ഇമ്മൻസ് ആണ് എന്ന് പറയുന്നു. ദെൻ മൂൺ ലൈറ്റ് വൈറ്റനിങ് ദ ട്രീസ് എന്ന് പറയുന്നു. ഇതെല്ലാം നേച്ചറിനെ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾസാണ്. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പോയിട്ട് അതിൻ്റെ സാഡ്നെസ് പറയുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റൻസസ് ഇനിയുണ്ട് കേട്ടോ. ദെൻ ഹൗ ഡസ് നിരൂധ ഫൈൻഡ്സ് എ കൺസലേഷൻ ഫോർ ഹിസ് സാഡ് മൈൻഡ്? എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു സാഡ് മൈൻഡിന് ഇദ്ദേഹം ഒരു ആശ്വാസം കൊടുക്കുന്നത്? അത് നിരൂധയ്ക്ക് അദ്ദേഹത്തിൻ്റെ ലവ് നഷ്ടപ്പെട്ടതിൽ വളരെയധികം വിഷമമുണ്ട്. അദ്ദേഹം മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. പക്ഷേ ഏറ്റവും അവസാനം ഇദ്ദേഹം പറയുന്നുണ്ട്, ഇതായിരിക്കട്ടെ ഞാൻ എഴുതുന്ന അവസാനത്തെ, അവളെപ്പറ്റി ഓർത്തുകൊണ്ട് എഴുതുന്ന അവസാനത്തെ വരികൾ, അല്ലെങ്കിൽ ഇതായിരിക്കട്ടെ അവളെപ്പറ്റി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ സഹിക്കുന്ന അവസാനത്തെ വേദന എന്ന് പോയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പോയിട്ടിന് ആഗ്രഹമുണ്ട് എന്ത് മറക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ പോയിട്ട് ഈ ലൈൻസ് എഴുതുന്നത്. അപ്പോൾ മഞ്ഞുതുള്ളികൾ പുൽത്തകിടിയിലേക്ക് വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഡ്യൂ ഡ്രോപ്സ് അതിനെ അബ്സോർബ് ചെയ്യുന്നു, അല്ലേ? ഡ്യൂ ഡ്രോപ്സിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കവിതയിലൊരു വരിയിൽ പറയുന്നുണ്ട് ഈ ഒരു വേർഡ്സിനെ പറ്റി. ആൻഡ് ദ വേർഡ്സ് ഫോൾസ് ടു ദ സോൾ ലൈക്ക് എ ഡ്യൂ ടു ദ പാസ്റ്റർ. മഞ്ഞുതുള്ളി, ഈ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന പുൽത്തകിടിയാണ് കേട്ടോ. അപ്പോൾ പുൽത്തകിടിയിലേക്ക് വീഴുന്നത് പോലെ ഈ ഒരു ലൈൻസ് അല്ലെങ്കിൽ ഈ വേഴ്സസ്, ഈ കവിതയിലെ വരികൾ എൻ്റെ വിഷമത്തെ ആഗിരണം ചെയ്യട്ടെ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യട്ടെ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കവിക്ക് ആശ്വാസം കിട്ടുന്നത്. അതായത് ഈ കവിത എഴുതുന്നതിലൂടെ, ഈ കവിതയിലൂടെ അദ്ദേഹത്തിൻ്റെ വിഷമം, പെയിൻ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെയാണ് പോയിട്ട് ഒരു ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കവിത ഒരു താൻ സ്നേഹിച്ച പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടും അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവളെ മറക്കാമെന്നാണ് പോയിട്ട് വിചാരിക്കുന്നത്. ദെൻ സോ ദിസ് ഈസ് ദ പോം. ഇനി ഇതിൽ മിക്കപ്പോഴും ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ, ലവ് ഈസ് സോ ഷോർട്ട്, ഫോർഗെറ്റിംഗ് ഈസ് സോ ലോങ് എന്ന ഒരു ലൈനാണ്. അപ്പോൾ പ്രണയിക്കുക എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, പക്ഷേ മറക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് എന്ന് പറയുന്ന ഒരു ലൈനാണിത്. സോ ദിസ് ഈസ് എബൌട്ട് ദ പോം. ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. ആൻഡ് ഇതിൻ്റെ മലയാളം വേർഷൻ ഉണ്ട്. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, പ്ലീസ് റീഡ് ദ മലയാളം വേർഷൻ ടു. ഇറ്റ് വിൽ ബി very beneficial. Okay, so thank you.